സമയത്ത് ഞാൻ തന്നെ ഇറങ്ങി ബിസിനസ്സിനായിട്ട്. നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ തന്നെ വിൽപ്പനയ്ക്ക് സാധിക്കണം. നമ്മൾ ചിലവാക്കാനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാകണം. എങ്കിൽ പശു കൃഷി ഓക്കെയാണ്. അതെല്ലാം നമ്മൾ സൊസൈറ്റി നമുക്ക് പറ്റില്ല. അല്ലല്ല, നമ്മളിപ്പോ ഈ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഇവര് ഒരിക്കലും അതൊരു ഐഡിയ ഇല്ലാതെ പോവില്ല. കാരണം ഇവരെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മൾ സ്വയം പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. വെണ്ണ, നെയ്യ്, അതുപോലെയുള്ള തൈര്, മോര്, അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് അതിൻ്റെ കൂടെ കൂട്ടണം. എന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. വേറെ എന്തൊക്കെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ അതിലിപ്പോ ഈ പാൽ ഐറ്റംസിൽ നമ്മളെ പാല്, നെയ്യ്, വെണ്ണ, മോര്, തൈര് ഇങ്ങനെയൊക്കെ ഉള്ളതിന് പുറമെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കൂവപ്പൊടി, അതായത് അത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓർഡർ പ്രകാരമാണ്. അതിൽ ചില സമയത്ത് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യിച്ചാൽ അവർ തന്നെ ഏൽപ്പിക്കും ചിലർ. അപ്പോൾ അവർ ഇപ്പോൾ ആട്ടുംതലയാണ്, ആട്ടുംകാല്, കാല് ഇങ്ങനെയുള്ള സാധനങ്ങൾ, കിട്ടാത്ത സാധനങ്ങൾ അവർക്ക് പ്രയാസമുള്ള, പോയി മേടിക്കാൻ പ്രയാസമുള്ളവരുണ്ടാവും. അവർക്ക് എന്നോട് പറഞ്ഞാൽ ഈ വക സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ അറിവിൻ്റെ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ബന്ധമുണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് പറഞ്ഞ് അവരെ പാക്ക് ചെയ്ത് തരും. അങ്ങനെയുള്ളത് കൊണ്ടു കൊടുക്കും. പിന്നെ തേന് കൊടുക്കും. തേനിപ്പോ അടുത്ത് നമുക്ക് ഇവിടുന്ന് ഒറിജിനൽ തേന് കിട്ടി, ചെറുതേൻ. അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ തേൻ ഞാൻ പൊതുവെ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിപ്പോ ചില വീടുകൾക്ക് അത്യാവശ്യം ഇപ്പൊ പ്രസവിച്ച വീടുകളും അങ്ങനെയുള്ള, പിന്നെ എരിങ്കോയുടെ മുട്ട, കോഴിമുട്ട, കാടമുട്ട, താറാവ് മുട്ട, ഇങ്ങനെയുള്ളതൊക്കെ അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഞാൻ ഒന്ന് മേടിച്ച് അവർക്ക് പാക്ക് ചെയ്തവിടെ കൊണ്ടുപോകും. അങ്ങനെയാണ് അതിന്റെ എന്താണോ നമ്മൾ കിട്ടാൻ പ്രയാസമുള്ള സാധനം അവിടെ എവിടെയാണോ ഉള്ളത് നോക്കിയിട്ട് ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ഹാപ്പി അല്ലേ. എൻ്റെ ഭാര്യ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കയറ്റിയാൽ പുറപ്പെടുക കഴിഞ്ഞ് 12 ആകുമ്പോഴത്തേന് അത് സ്റ്റോപ്പ് ആകും. ഇപ്പൊ എങ്ങനെയാണ് പശുക്കളൊന്നും ഇല്ലല്ലോ ഇപ്പൊ? അപ്പൊ എങ്ങനെ ഇപ്പൊ ഈ സെയിം ബിസിനസ് ആയിട്ട് എങ്ങനെ പോണത്? ഇപ്പോഴാണ് നമുക്ക് സമാധാനത്തോട് കൂടിയിട്ട് ഈ തൊഴിൽ ഇത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ പശുക്കളെ നമുക്ക് നോക്കണം, അവർക്കുള്ള പുല്ലുണ്ടാക്കണം, അവർക്കുള്ള തീറ്റ നമ്മൾ കടയിൽ പോയി കൊണ്ടുവരണം, അവരെ നേരത്തിന് കറന്നുണ്ടാക്കണം. കറന്നുണ്ടാക്കിയില്ലെങ്കിൽ അവരെ കണിശായിട്ട് നമ്മൾ മിഷൻ വെച്ച് കറക്കുമ്പോൾ അവർ മുല നാശമാവും. കാരണം അറിയപ്പെടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെക്കുമ്പോൾ മുല മടങ്ങി പോകും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു പശുവിൻ്റെ 2 പശുക്കളിലെ 4 മുലകളിൽ ഈ 2 മുലകൾ ചെത്തിയെടുത്തിട്ടുണ്ട് ഞാൻ. കാരണം ഈ പാല് തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ പാല് പോന്നില്ലെങ്കിൽ ആ ഭാഗം, ആ സെല്ല് നശിക്കുകയാണ്, അത് പഴുക്കും. ആ പാല് നിന്നിട്ട് നോക്കട്ടെ. ഇത് നമ്മളറിയില്ല, നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം ഡയലി അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന ഇതൊക്കെ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ ഒരുപാടുണ്ട്. അതുപോലെ അസുഖങ്ങൾ, ഒരു ഡോക്ടറെ വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പറയുമ്പോൾ അവർ പറയാം ഡോക്ടർക്ക് പൈസ വേണ്ട, അതുകൊണ്ട്. പക്ഷെ അവർ വന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. പിന്നീട് ഈ പണിയൊക്കെ ഞാൻ തന്നെ അവസാനം ചെയ്യേണ്ടി വന്നു. എല്ലാ പരിപാടി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരെ കൊണ്ട് നമുക്ക് പശു വളർത്ത. ഒരു പശുവൊക്കെ എന്നുണ്ടെങ്കിൽ അതറിയില്ല. അങ്ങനെ തന്നെ എൻ്റെ പശു ചത്തിട്ടുണ്ട് ഇവിടെ. ഒരു പശു നേരം 2 മണിക്ക്, രാത്രി 2 മണിക്ക്. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ചിട്ട് അവസാനം ഇനിയിപ്പോൾ ഇതിലെന്ത് നഷ്ടം വന്നാലും വേണ്ട, ഇതൊരു സമാധാനത്തോടു കൂടി ജീവിക്കണമല്ലോ. കാരണം വീട്ടുകാർക്കും ഈ നാട്ടുകാരും ഒക്കെ നമ്മളെ ചീത്ത വിളിക്കാൻ, ആടുകൾ എവിടെയും പോയി കടിച്ചാൽ അതിന് ഇവിടെ ചീത്ത വിളിക്കും. ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഭയങ്കര പ്രയാസം. അപ്പം പിന്നെ ഒറ്റയടിക്ക് ഒഴിവാക്കാന്നുള്ള കാരമ്പത്തുകാരെ ഏതൊരു പയ്യൻ വന്നിരുന്നു, 5 പേര് അവിടെ ഉള്ളത്. അവൻ വന്ന് അവിടെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. വിലയും കൂടിയും പറഞ്ഞതാണ്. പശുക്കളെ മൊത്തം കൊണ്ടുപോയി. അങ്ങനെ സമാധാനം. അത് വിറ്റപ്പോൾ സമാധാനം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നല്ലൊരു സംഖ്യയുടെ എമൗണ്ടാണ് അതിൽ പോയി കിട്ടിയത്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പം പിന്നെ ഇനി ഒന്നും വേണ്ട, ഇതൊന്നും വേണ്ട എന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ആ പാലിൻ്റെ തന്നെ ബിസിനസ് എങ്ങനെ പച്ചപിടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പം എൻ്റെ ലൈസൻസിൻ്റെ ഉണ്ട് അതിൻ്റെ. അപ്പം പിന്നെ ഞാൻ പാലെടുക്കും. ആദ്യമൊക്കെ ഞാൻ വിറ്റോടത്തുനിന്ന് തന്നെ എടുത്തിരുന്നു. പിന്നെ ഞാനിങ്ങനെ വിറ്റോടത്തും പിന്നെ പോരായുള്ളത് വേറെ ഇടത്തുനിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്യും. ചില വീട്ടുകാർ ഇവിടെ കൊണ്ടു തരും, മര്യാദ വിലയും കൊടുക്കും. അപ്പം അങ്ങനെ എന്തായാലും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ജോലി. രാവിലെ ഞാൻ 3:30 മണിക്ക് എണീക്കും. 4 മണി ആകുമ്പോഴേക്ക് എന്തെങ്കിലും ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നമസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോകും. പള്ളിയിൽ പണിയുണ്ട്. അപ്പോൾ ആ വരവും പോക്കുമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് 1 ലിറ്ററിൻ്റെ വീതം മര്യാദ ലാഭം കിട്ടും.
ഒരു 100 ലിറ്റർ നമുക്ക് ചിലവ് ഡയലി ആയി കഴിഞ്ഞാൽ ഒരു തെറ്റില്ലാത്ത പൈസയും കിട്ടും. 100 ചില സമയം നിന്നും. ഇപ്പം ഞാൻ മാത്രമല്ലേ കൊണ്ടു നടക്കണുള്ളൂ. ആൾക്കാർ പിന്നെ ഒരു പുറത്തുനിന്ന് ഒരാളെ വെക്കണമെന്നുണ്ടെങ്കിൽ അവന് ലൈസൻസ് വേണം, ഒരു പക്വത വേണം, വണ്ടി വേണം. എന്നാലേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഇപ്പോഴുള്ള പിള്ളേരെ ഇത് ഏൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഒന്നാമത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷനിൽ തന്നെയാണ് ഇതിൻ്റെ ആരംഭം ഉണ്ടായത്. ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുക, അതായത് പശുക്കളെ വിറ്റാലും ഈ പരിപാടി നടക്കും. ഇപ്പം എന്നെ തേടിയിട്ട് ഓരോരുത്തർ വരും, പാല് വേണമെങ്കിൽ ഞങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഞാൻ മര്യാദ റേറ്റ് കൊടുക്കുന്നുണ്ട്. പാല് നമ്മൾ കൊടുത്താൽ നമുക്കൊരു കറക്റ്റ്. ഇപ്പം പണ്ടൊക്കെ അത് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു വീട്ടിൽ പശു പ്രസവിക്കുമ്പോൾ അത് കുറേ വീടുകളിൽ നിന്ന് പ്രസവിച്ച പാല് ഞങ്ങൾക്ക് തരണം കേട്ടോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഓർഡർ ചെയ്യും, ഉറപ്പിച്ചു വെക്കും. ഇപ്പം അതില്ല. നമ്മളിപ്പോൾ നേരെ രാവിലെ ഇറങ്ങുന്ന ആരെ കൈ കാണിക്കുന്ന എത്ര പാല് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. എൻ്റെ ഡ്രമ്മിലുള്ള പാല് മൊത്തം ചോദിച്ചാലും ഞാൻ കൊടുക്കും. പിന്നീട് പാല് വേറെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും, അല്ലെങ്കിൽ അന്നങ്ങ് സ്റ്റോപ്പ് ചെയ്യും തന്നെ. അപ്പോൾ അവിടെ ഈ അമ്പലത്തിൽ ഒരിക്കൽ ഞാൻ പോകുന്ന സമയത്ത് അടുത്ത നമ്പൂരി പറഞ്ഞ കുറച്ച് പാല് വേണമല്ലോ, പാല് കൊണ്ടുവരുന്ന ചങ്ങാതി കൊണ്ടുവന്നില്ല. എന്താ വേണ്ടത് ഈ പാല്, എത്ര വേണം? 50 ലിറ്ററോളം വേണം. 50 ലിറ്റർ ഞാൻ തരാൻ പറഞ്ഞു. അങ്ങ് കൊടുത്ത് ഒരു ദിവസം ലീവാക്കി. അന്നത്തെ കച്ചവടം ക്ലിയർ ആയില്ല. പിന്നെ നമ്മളിപ്പോ 2 ദിവസം മുമ്പ് പറയാന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ എല്ലാം അതും ചെയ്താവും, ക്ലിയർ ആവും. കാരണം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പാല് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ വീടുകളിൽ നിന്ന് കിട്ടിയാലും എവിടെ നിന്ന് കിട്ടില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോകും നല്ല നിലയില്. എല്ലാം ഇപ്പോഴാണ് സമാധാനം എന്ന് പറഞ്ഞാൽ ഉച്ചവരെ ഞാൻ ഈ പണി ചെയ്യുന്നു. സ്ഥിരമായിട്ട് അവിടെ എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും. കാരണം എന്താ പറഞ്ഞാൽ ആരും നമ്മളെ ഇങ്ങനെ ചെല്ലുന്നത് കാത്ത് സമയം നോക്കി നിൽക്കും. അവര് റോട്ടിലേക്ക് വരും. പിന്നെ പരിചയമായി അവർക്ക് പിന്നെ അവരുടെ ഡോറിന്റെ മതിലുമേലോ അല്ലെങ്കിൽ അവരുടെ ഡോർമേലോ തൂക്കി വെക്കാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനെ പോയാൽ ഒരു മിനിറ്റ് പോയില്ല, ഒഴിക്കാൻ പോരുക. അവര് സൗകര്യത്തിന് 12 മണിന്റെ ഉള്ളിലെടുത്ത് നിങ്ങൾ കാച്ചണം എന്നും പറയും. അതിനപ്പുറം പോയാൽ കേട് വരും. അപ്പൊ അതിനെ പറ്റി ചില വീടുകൾക്ക് ഒന്നും അറിയില്ല. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കണേ നമ്മള്. അല്ലെങ്കിൽ ഒരു ദിവസം മേടിച്ച് പിറ്റേ ദിവസം കൂടെ പാല് കേടുന്നതിന് പോലെ അവിടെ നിൽക്കും, നമ്മളെ കാത്തു നിൽക്കും. ഞാൻ അവരോട് പറയും പാല് കേടുന്ന വില കൂടും, മേലാൾ എൻ്റെ അടുത്ത് പറയരുതെന്നും പറയും. കാരണം തൈരും മോരുമാകുമ്പോൾ വില കൂടിയല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ. അപ്പൊ ചിലവരൊക്കെ തമാശ രീതിയിൽ എടുക്കും. ഞാൻ എന്താ ചിലർ ചോദിക്കും, ഞാൻ തങ്ങൾ അങ്ങനെ പാല് കേടുന്ന വില കൂടുന്നു ചോദിക്കും. അതാണ് അതിന്റെ നിയമം പറയുന്നത്. എന്തായാലും ഇപ്പം ഹയറാണ്. കാരണം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നീങ്ങുന്നുണ്ട്. നമ്മളൊരു ജോലി, ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിൽ ഒരു ഉത്തരവാദിത്വം വേണം. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള ഇടപാട് പറ്റില്ല. നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പം ആരും ചെയ്തതാണല്ലോ. പക്ഷെ 2 പേര് ചെയ്ത് മടുത്തിരിക്കുക. ഇപ്പൊ അവര് ഇപ്പൊ ക്യാൻസലായി, അവരും പോയി ബാക്കിയാണ്. അതെന്താ രണ്ടും കൂടി അവര് ചെയ്യുണ്ടാവും. എന്താ വളർത്തലും സെയിലും അങ്ങനെയല്ലേ. ഇത് വേറെ കുഴപ്പമുണ്ട്. ഇത് തുടർച്ചയായിട്ട് നല്ല നിലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചിലപ്പോൾ ഇവരുടെ മാതാവിനോ പിതാവിനോ എന്തെങ്കിലും അസുഖം പിടിക്കും. ആകുമ്പോഴും വീട്ടിൽ വേറെ ആയിരിക്കും നമ്മളല്ലാതെ വേറെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്ത വീടുകളിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ താഴ്ന്നു തെറ്റും. അത് നമ്മൾ കാണണം. അവിടെയാണ് നമ്മുടെ വിജയം. നാട്ടിൽ നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ടോ? നാട്ടിൽ നിന്ന് ഒരു 90% ആൾക്കാർ സപ്പോർട്ടുണ്ട്. ഒരു 10% ആണ് നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരിക. അവരോട് ഞാൻ താന്നു നിൽക്കാനും തയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ചെയ്യാതെ അങ്ങാടിയിൽ മേലോട്ട് നോക്കിയിരുന്നിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറയാണ് അവരുടെ തൊഴിൽ. അത് അവരുടെ ജന്മന. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, പാല് എന്നുള്ള വിഷയത്തിൽ ഏതൊരു വിഷയം വരികയാണെന്നുണ്ടെങ്കിലും അതിൽ അവരുടേതായ. അപ്പം ഞാനിങ്ങനെ പോയി ചോദിക്കും, ഇവിടെ ഇപ്പം നമ്മളൊരു നല്ലൊരാളാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവരുടെ ആരും സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് ഞാൻ ചോദിക്കും. ആരാണ് ആ സർട്ടിഫിക്കറ്റ് തരാൻ? ഈ വകുപ്പിൽപ്പെട്ട പിന്നെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നിങ്ങളുടെ നേതാവ് ഉണ്ടാവുമല്ലോ. ആ ആളാരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അവൻ്റെ പോയിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാനെന്ന് പറയും. അത് ചെയ്യുന്നത് എനിക്കിതിൽ തൃപ്തി കാണുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർ തൃപ്തിപ്പെടുത്താനല്ല. ഈ തൃപ്തി നമുക്ക് എന്നും ഉണ്ടാവണം. ഇപ്പൊ ഒരു വിഭാഗം എന്ത് വിഷയം വന്നാലും ഏത് കാര്യമായാലും ഒരു വിഭാഗം സപ്പോർട്ട് ഉണ്ടാവില്ല. ഇപ്പൊ എൻ്റെ വീട്ടിലിപ്പോൾ ഈ പശുക്കളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ഇതൊന്നും ഒരു പശുക്കുട്ടി അവിടെ പാടത്ത് പോയിട്ട് ഓടിച്ചെന്ന് ഒരു പുൽപ്പൊടി കടിച്ചോളൂ, അല്ല ഒരു അന്ന് കൊയ്തിട്ട വൈക്കോല് കടിച്ചോളൂ. ആ വിവരം അപ്പോഴൊക്കെ അതിൻ്റെ പാടത്തിൻ്റെ നെല്ലിൻ്റെ മുതലാളിയെത്തി. ഞാൻ കോയമ്പത്തൂർ പോവുകയാണ്. അവിടെ എന്നെ വിളിച്ചിട്ട് എന്താണ് ഇങ്ങനെ, ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കണ്ടേ, എനിക്ക് പശുവിനെ വളർത്തിയാൽ മതി എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പശുക്കളെ ഞാൻ കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഞാറ് നടുന്ന അന്ന് ഞാൻ എൻ്റെ പശുക്കളെ കെട്ടി, പിന്നെ ഞാൻ ആ പശുക്കളെ ഇറക്കിയില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ വിവരങ്ങൾ കിട്ടുന്ന ചോദിച്ചാൽ
അപ്പം അത് അല്ല അവിടെ ഇങ്ങനെ എനിക്ക് അറിയാം, അവിടെ ഇരുന്ന് നോക്കിയാൽ കാണുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണും അപ്പം ഇന്നലെ ഇപ്പോൾ അങ്ങനെയുള്ള ഇത് കിട്ടിയിട്ടുണ്ടോ അല്ല വരം കിട്ടിയിട്ടുണ്ടോ ചോദിച്ചു. അതോടുകൂടി അവിടെ അവസാനിച്ചത്. എന്തായാലും ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് കിട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ആത്മാർത്ഥമുള്ള ജനങ്ങൾ നമ്മളോട് സഹകരിക്കും. അത് സഹകരണം എന്ന് പറഞ്ഞാൽ വലിയ സംസാരം കൊണ്ടൊന്നും കാണുമ്പോൾ അങ്ങനെ തെറ്റില്ല എന്താ വെച്ചാൽ നല്ലൊരു പടി കണ്ടുപിടിച്ചല്ലോ എന്നൊക്കെ പറയുന്നല്ലാതെ അവരെ മനസ്സെന്താ നമുക്കും പറയാൻ പറ്റില്ലല്ലോ. കാരണം ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. പ്രതീക്ഷിക്കാൻ പോയാൽ കിട്ടില്ല. അവർ നമ്മളതിന് മിണ്ടാൻ പോണില്ലല്ലോ. നമ്മുടെ ബിസിനസ് കണ്ട് ചിലവർ ഇഷ്ടപ്പെടും, ചിലവർ ഇപ്പൊ നമ്മുടെ വേഷം എന്താ ഇപ്പൊ ഇയാളുടെ വേഷം ഇങ്ങനെയെന്ന് ചോദിക്കുന്നവരുണ്ട്. എന്താ ഇപ്പൊ ചില ആൾക്കാർ നിഷ്കളങ്കമായി ചോദിക്കുന്നത് എന്താ ഇപ്പൊ ഇങ്ങനെ ഡോക്ടറെ കുപ്പായ കിട്ടേണ്ടി ചോദിക്കുന്നവർ. ഞാൻ പറയും ഡോക്ടറെ കുപ്പായ ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് അവിടെ ബാർബർക്കും ഇറച്ചി വെട്ടുകാരനും കോഴിപ്പണിക്കാർക്കും ഒക്കെ ഈ ഡ്രസ്സാണ്. ഇപ്പൊ കടയിൽ നല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ വെച്ചാൽ അവർക്കും ഈ ഡ്രസ്സ് ഉണ്ട്. ഞാൻ 36 വർഷം അവിടെ ഉണ്ടല്ലോ. അവിടെ ഇന്ന പണിയൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് സ്കൂളില് കോളേജിൽ ഓട്ടോ ഓടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ടാക്സി കുറച്ച് കാലം ഓടി. അതിനുശേഷം പിന്നെ ഞാൻ കോഴിക്കട നടത്തി, ഒരു ടെക്സ്റ്റൈൽ നടത്തി. അതിന് പുറമെ പിന്നെ ഒരു ഷെയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവനുമായിട്ട് പിന്നെ ഇങ്ങനെ ഓർഡർ ഉണ്ടാണ് ലോകം മുഴുവൻ കറങ്ങാം. അങ്ങനെ കറങ്ങാം. അത് നല്ല രസമായിരുന്നു. അപ്പം അവനുമായിട്ട് മിങ്കിളിങ് അവനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. പിന്നെ എല്ലാ കാര്യങ്ങളും അവനാണ് പിന്നെ പഠിക്കാം. അങ്ങനെ പിന്നെ അവൻ്റെ അടുത്തായപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലേ എങ്ങനെ ആ ഒരു ശീലം ടൈമിങ് കറക്റ്റ് ആയിട്ട് പോകുന്നത് അതാണ്. ഈ ഫീൽഡിൽ പുതിയ ആൾക്കാർ വരും തോന്നുന്നുണ്ടോ? സ്കോപ്പൊക്കെ ഉണ്ട്. നല്ല പൈസ അത്യാവശ്യം ചെലവാക്കിയിട്ട് റൂമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷെ ഇത് മെയിൻ കേസ് എന്താ നടക്കണമെന്നറിയോ? വീടുകളിൽ ഇത് മേടിച്ചു കൊണ്ടുവരാൻ ആളില്ല. മിൽമക്കാരത് വീടുകൾക്ക് കൊണ്ടുകൊടുക്കില്ല. അങ്ങനത്തെ ക്യാപ്പ് നികത്തുകയാണ് നമ്മുടെ അവിടെയാണ് നമ്മുടെ വിജയം. കാരണം അവരിപ്പോ എത്ര പൈസ പറഞ്ഞാലും അവർ തരും. അവർക്ക് സാധനം വേണം. ആ സാധനം അത്യാവശ്യം. അപ്പം ഇതിൽ മെയിനായിട്ട് മേടിക്കുക ഗർഭിണികളുടെ സ്റ്റാർട്ടിങ്ങിലും പ്രസവിച്ചു കഴിഞ്ഞാലുള്ള പെണ്ണുങ്ങളാണ്. ഇതിനൊക്കെ ആയിട്ട് മേടിക്കുക. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് മേടിക്കും. പിന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ പാല് കുടിച്ചാലേ ഉറക്കം വരും പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്, അവരും മേടിക്കും. അതാണ് അതിന്റെ. അപ്പോഴാണ് നമ്മൾ ഈ കൊണ്ടുകൊടുക്കുന്നതിന്റെ ആ ഒരു വില നമുക്ക് അറിയുള്ളൂ, അവർക്കും അറിയുള്ളൂ. കാരണം നമ്മൾ ചിലപ്പോ വീട്ടില് ഡോറ് തുറന്ന് വെച്ചു കൊടുക്കേണ്ടി വരില്ല. ചിലര് അടുക്കളയുടെ ഭാഗത്ത് വെച്ച് പോയിക്കോളൂ. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. നല്ല ബന്ധമാണ്, നല്ല സ്നേഹമാണ്. ഈ ചെല്ലുന്ന വീടുകളിലൊക്കെ വലിയ ഇഷ്ടമാണ്. കാരണം അവർ സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നും. ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാം. 1-2 ആളൊന്നുമല്ല, നമുക്കൊരു 118 ആൾ ഡയലി ഞാൻ കയറി ഇറങ്ങുന്നുണ്ട്. അവരായിട്ടൊക്കെ നല്ല സംസാരം.